ഇന്ന് ഷിഫ്റ്റ് ഇല്ലെന്ന് വിചാരിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പോയപ്പോഴാണ് മുതലാളി വിളിച്ചിട്ട് പറഞ്ഞത് പെട്ടെന്ന് കടയിലോട്ട് വരാം. പുള്ളി എവിടെ പോയിട്ട് ഉച്ചയാകുമ്പോഴേ വരത്തുള്ളൂ. അപ്പോൾ ഞാനാണ് ഇന്ന് കട തുറക്കുന്നത്. ഷിഫ്റ്റുള്ള ദിവസം ഞാൻ കട തുറക്കുന്നത് ഇങ്ങനെ ഷട്ടറും തുറന്ന് ഡോറും തുറന്ന് അകത്ത് കയറിയിട്ട് ഇല്ല ആദ്യമാണ്. പിന്നെ ചില്ലറ്, ഫ്ലോ ലൈറ്റ്, FM റേഡിയോ, പിന്നെ CCTVയുടെ വലിയൊരു മോണിറ്റർ, പിന്നെ നാഷണൽ ലോട്ടറിയുടെ 2 പരസ്യങ്ങളുണ്ട്. അത് രണ്ടും പുറത്തോട്ടും. ഫ്രണ്ടിൽ ഒരു ഷട്ടറോടെ തുറന്നു കഴിഞ്ഞാൽ കട കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആയി. പിന്നെ ലോട്ടറി മെഷീൻ, പേ പോയിന്റ് 2 മെഷീൻ ഉണ്ട്. അത് ഓണാക്കി. ഇത്രയാണ് കട തുറക്കുമ്പോൾ എന്റെ. പിന്നെ വലിയ തിരക്കില്ലാത്തൊരു കടയാണ്. അതുപോലെ തന്നെ ഒരുപാട് ബാക്ക് സ്റ്റോക്കും ഇല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം പണിയൊന്നുമില്ല. ഷിഫ്റ്റും കഴിഞ്ഞ് 1 മണിയായപ്പോൾ നേരെ നടന്ന് വീട്ടിൽ. രുക്മിണിക്ക് ജോലിയുള്ളതുകൊണ്ട് ഇന്ന് ചോറിടുന്നത് ഞാൻ. എനിക്ക് വലിയ വശമില്ലാത്ത അടുക്കളപ്പണികളുടെ ബേസിക്സ് പഠിപ്പിച്ചു തന്നത് രുക്മിണിയാണ്. സ്നേഹമുള്ള കുട്ടിയായതുകൊണ്ട് തന്നെ എന്നെ കൊണ്ടൊന്നും അങ്ങനെ ചെയ്യിക്കാറ്. പക്ഷേ ഇടയ്ക്കൊരു കൈസഹായം അത് ഞാൻ ചെയ്തു. ഇന്നലത്തെ കുറച്ച് പാത്രം കഴുകാനുണ്ട്. അതും കഴുകി തൂത്ത് തുടച്ച് തറയും തൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലപോലെ വശം. കഴിഞ്ഞ ദിവസം വെച്ച ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഫ്രോസൺ പൊറോട്ട എടുത്ത് ചൂടാക്കാൻ. ഫ്രോസൺ പൊറോട്ട ചൂടാക്കുന്നതിന് മുമ്പ് വെള്ളം നനച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് ആവുമെന്നാണ് പരക്കെയുള്ള കരക്കമ്പി. പൊറോട്ടയും ചിക്കനിൽ നിന്ന് റെസ്റ്റ് എടുത്ത ശേഷം ഞാൻ വെളിയിലൊന്ന് നടക്കാം. തണുപ്പ് കുറവായിട്ട് പുറത്തിറങ്ങി നടക്കാൻ നല്ല രസമാണ്. രാത്രിയിലും പൂക്കളൊക്കെ വിരിഞ്ഞിരിക്കുന്നതാണ് ഭയങ്കര ഭംഗിയാണ്. അങ്ങനെ നടന്നപ്പോഴാണ് ഒരു കൂട്ടം റോസാപ്പൂ പോലത്തെ ഒരു പൂ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതാണ്. തെറ്റാണ് ചെയ്തതെങ്കിൽ അതിൽ നിന്നൊരു റോസാപ്പൂവും പിച്ച് ഞാൻ രുക്മിണിക്ക് കൊടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് കിടന്നു.